പുണ്യ റസൂൽ പറയുന്നു, അന്ത്യദിനത്തിന് ഒരു ദിവസമേ ബാക്കിയുള്ളൂ എങ്കിൽ പോലും അന്ത്യനാൾക്കൽപ്പം മുൻപ് എന്റെ കുടുംബത്തിൽ നിന്നും മഹ്ദിയെ അല്ലാഹു പുറത്തുകൊണ്ടുവരും. അദ്ദേഹം ഭൂമിയിൽ നീതിയും സമത്വവും സ്ഥാപിക്കുകയും അക്രമവും അടിച്ചമർത്തൽ ഇല്ലാതാക്കുകയും ചെയ്യും. റസൂൽ പറയുന്നു, എന്റെ നാമത്തിലുള്ള ഒരാൾ അറബികളുടെ മേൽ ഭരിക്കുന്നതുവരെ ലോകം അവസാനിക്കുകയില്ല. മഹ്ദിയെപ്പറ്റി വിശദമായി മറ്റൊരു ഹദീസിൽ പ്രതിപാദിക്കുന്നു. റസൂൽ പറഞ്ഞു, ഒരു ഭരണാധികാരിയുടെ മരണശേഷം തർക്കമുണ്ടാകും. ആ സമയത്ത് ഒരു വലിയ പട്ടണത്തിൽ നിന്നൊരാൾ മക്കയിലേക്ക് പോകും. മക്കൾ ചില ആളുകൾ ഇദ്ദേഹത്തെ സമീപിക്കുകയും ഹജറുൽ അസ്വദിന്റെയും മഖാമു ഇബ്രാഹിമിന്റെയും ഇടയിൽ വെച്ച് നിർബന്ധപൂർവ്വം ഇദ്ദേഹത്തിനു ബൈഅത്ത് ചെയ്യും. മക്കയിലെ രാജാവിന്റെ മരണശേഷം അവിടെ തർക്കമുണ്ടാവുകയും വൈകാതെ അവിടുത്തെ ഭരണകൂടം തകർന്നടിയുകയും ചെയ്യും. ശേഷം മക്കയിലെ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ ചേർന്ന ഇമാം മഹ്ദിയെ നിർബന്ധപൂർവ്വം ഭരണാധികാരിയാക്കുകയും ചെയ്യും. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ഈ സംഭവത്തിനു മുൻപ് മഹ്ദി ഒരിക്കലും മഹ്ദിവാദം ഉന്നയിക്കില്ല എന്നാണ്. പ്രവൃത്തിയിലൂടെയാവും ജനങ്ങൾ മഹ്ദിയെ തിരിച്ചറിയുക. പിന്നീട് സിറിയയിൽ നിന്നൊരു വൻപട അദ്ദേഹത്തെ ആക്രമിക്കാനായി പുറപ്പെടും. പക്ഷേ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ബൈദയിൽ വെച്ച് അവർ ഭൂമിയിൽ ആഴ്ത്തപ്പെടും. ഇത് കണ്ടു സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ബൈഅത്ത് ചെയ്യും. പിന്നീട് ബനൂ കൽബ് കുടുംബത്തിൽ നിന്നൊരു ഖുറൈശി അദ്ദേഹത്തിന് നേരെ ഒരു സേനയെ അയക്കും. അതും അല്ലാഹുവിന്റെ ഇച്ഛയാൽ പരാജയപ്പെടും.